ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ രാവിലെ നടന്ന സംഭവ വികാസങ്ങൾ നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിട്ടുണ്ടാവും. ഷാനവാസും നെവിനും തമ്മിൽ നടന്ന കയ്യാങ്കളി, അതിനെ തുടർന്ന് ഷാനവാസിനെ ഡോക്ടേഴ്സ് പരിശോധിക്കുന്നു. സ്വാഭാവികമായിട്ടും ഷാനവാസിന് മുൻപില് ഹൃദയ സംബന്ധമായ അസുഖം വന്നിട്ടുള്ളതും ഇതിൽ ഷോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഷാനവാസ് ഇതിനു മുമ്പ് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ളതാണെന്നും അതിന് വേണ്ടിയിട്ട് ഒരുപാട് മെഡിസിൻ കഴിക്കുന്നതും കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുമാണ് ഷാനവാസ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ടീമിന് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. സോ ബിഗ് ബോസ് ടീം ഷാനവാസിനെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കി. സോ ഹോസ്പിറ്റലൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ECG എല്ലാം എടുത്തു നോക്കും. വേരിയേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ഒബ്സർവേഷൻ പറയും. തീർച്ചയായിട്ടും ഒരു 24 hours എങ്കിലും മിനിമം ഒബ്സർവേഷൻ പറയും. അതുകൊണ്ട് തന്നെ ഷാനവാസ് ഇന്നിന് വീട്ടിലേക്ക് വരത്തില്ല. പക്ഷേ ബിഗ് ബോസിന്റെ ഷോ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു ഷാനവാസിന് വരില്ല. സോ ടിക്കറ്റ് ടു ഫിനാലെ ഡെഫിനറ്റ്ലി ഷാനവാസ് ഇല്ലാണ്ട് തന്നെ ബിഗ് ബോസിന് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം നിലവിൽ വന്നു. സോ 5ാമത്തെ ടാസ്ക് ആയ ചക്രവ്യൂഹം എന്നൊരു ടാസ്ക് ആണ് അനൗൺസ് ചെയ്തത്. സോ ഇതാണ് നമ്മുടെ ഷാനവാസിന്റെ അപ്ഡേറ്റ്. നിലവിൽ ഷാനവാസ് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഫർദർ ഒബ്സർവേഷന് വേണ്ടിയിട്ട് അഥവാ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടോ എന്നുള്ള ഒബ്സർവേഷൻ വേണ്ടിയിട്ട് പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല, അത് ഉറപ്പാണ്. ആരും പേടിക്കൊന്നും വേണ്ട. എന്തായാലും ഷാനവാസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വേഗം തിരിച്ചു വരട്ടെ, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ വരട്ടെ. ഇന്ന് വരാനുള്ള പോസിബിലിറ്റീസ് വളരെ ലെസ്സാണ്. മിക്കവാറും നാളെ ആയിരിക്കും വരുന്നത്. നാളെ ഒരു ഉച്ച അല്ലെങ്കിൽ രാവിലെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും വരാൻ പോകുന്നത്. സോ ചക്രവ്യൂഹം ടാസ്ക് 5ാമത്തെ ടാസ്ക് ആണ് ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള ടാസ്ക്. അതായത് വെരി സിമ്പിൾ ആണ്. ഒരു വളയം ഉണ്ടാക്കും. ഈ വളയത്തിനകത്ത് ഒരു ബോൾ ഇട്ടേക്കും. അതായത് നമ്മളൊരു ടയർ ഉണ്ടല്ലോ, ടയറിനകത്ത് ഒരു ബോൾ ഇട്ടിട്ട് ഇങ്ങനെ കറക്കുന്ന കണക്ക് ഈ വളയം ഇങ്ങനെ ഇട്ട് കറക്കി ഈ ബോളിനെ റൊട്ടേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ടാസ്ക്. ഈ ബോൾ വെളിയിൽ പോകാൻ പാടില്ല, പോകുന്നവർ ഔട്ട് ആവും. ഓക്കെ, ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ആണ്. എന്നാൽ കുറച്ച് പാടുണ്ടെന്ന് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. കോൺസെൻട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് ആണ് ചക്രവ്യൂഹം ടാസ്ക്. ടാസ്കിൽ ടോട്ടൽ 8 പോയിന്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. കാരണം ഷാനവാസ് ഇല്ലാത്തതുകൊണ്ട് 9 പോയിന്റ് അല്ല 8 പോയിന്റിനായിരിക്കും മത്സരം നടക്കുന്നത്. ആദ്യം പുറത്താകുന്നവർക്ക് 1 പോയിന്റ്, ഏറ്റവും അവസാനം വരെ നിൽക്കുന്ന ആൾക്ക് 8 പോയിന്റ് എന്ന പാറ്റേണിലായിരിക്കും. സോ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത് ആര്യനെയും നൂറയും തന്നെയായിരിക്കും. പക്ഷെ ആര്യൻ ഇത്തവണ നേരത്തെ ഔട്ടായി. പക്ഷെ നൂറ വീണ്ടും ഈ 4 ടാസ്കിലും കാണിച്ച അതേ കൺസിസ്റ്റൻസി വീണ്ടും നൂറ തുടരുകയാണ്. ഇത്തവണയും നൂറയ്ക്ക് സെക്കൻഡ് ലാസ്റ്റ് പെർഫോമൻസിൽ കിട്ടിയിട്ടുണ്ട്. നൂറയ്ക്ക് 7 പോയിന്റ്, 7ാമതാണ് ഔട്ട് ആവുന്നത്. സോ 7 പോയിന്റ് നൂറയ്ക്ക് കിട്ടിക്കുന്നത്. ടോപ്പിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ വില്ലൻ ആയിട്ടുള്ള നെവിൻ ആണ്. ടോപ്പിൽ എത്തിയിരിക്കുന്നത് 8 പോയിന്റ് ആണ് നെവിന് ലഭിച്ചിരിക്കുന്നത്. സോ ആദ്യം പുറത്തായത് അനു, അതിനുശേഷം ആദില, പിന്നീട് സാബു, പിന്നീട് അക്ബർ, ആര്യൻ, അനീഷ്, നൂറ, നെവിൻ എന്നിങ്ങനെയാണ് ഓരോരുത്തരും പുറത്തായ പോയിന്റ്സ്. സോ അനുവിന് കിട്ടിയ 1 പോയിന്റും പ്രീവിയസ് പോയിന്റും കൂടെ ചേർത്ത് ടോട്ടൽ അനുവിന് 20 പോയിന്റ്. ആദിലേക്ക് 2 പോയിന്റ് ആണ് ഇന്ന് കിട്ടിയത്, ടോട്ടൽ 18 പോയിന്റ്. സാബുവിന് 3 പോയിന്റ് ആണ് ഇന്ന് കിട്ടിയത്. സോ 5 ടാസ്ക് കഴിയുമ്പോൾ ടോട്ടൽ 22 പോയിന്റ്. അക്ബറിന് 4 പോയിന്റ് ആണ് ഇന്ന് കിട്ടിയത്. സോ 5 ടാസ്ക് കഴിയുമ്പോൾ ടോട്ടൽ 27 പോയിന്റ്. ആര്യന് 5 പോയിന്റ് ആണ്. സോ കഴിഞ്ഞ തവണ വരെ ആര്യൻ ഉണ്ടായിരുന്നത് 29 പോയിന്റ് ആണ്. സോ 29 5 കൂടി ചേർത്ത് 34 പോയിന്റ്. അനീഷിന് ഇന്ന് 6 പോയിന്റ് ലഭിച്ചു. സോ ടോട്ടൽ 17 പോയിന്റ്. നൂറയ്ക്ക് 7 പോയിന്റ് ലഭിച്ചു. മുമ്പ് 30 പോയിന്റ് ഉണ്ടായിരുന്നു. സോ 30 + 7 37 പോയിന്റുമായി 1ാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് നമ്മുടെ നൂറയാണ്. നൂറയും ആര്യനും തമ്മിലുള്ള വ്യത്യാസം 3 ഉയർന്നിരിക്കുന്നു. നെവിന് 8 പോയിന്റ് ലഭിച്ചു. 29 പോയിന്റ് ആയിട്ട് 3ാം സ്ഥാനത്ത് നെവിനാണ്. 4ാം സ്ഥാനത്ത് അക്ബറുമാണ്. ഇതാണ് 5ാമത്തെ ടാസ്ക് കഴിയുമ്പോഴുണ്ടാവുന്ന പോയിന്റ് നില. ഇനി അടുത്ത ടാസ്ക് ഉടനെ നടക്കും. അത് 6ാമത്തെ ടാസ്ക് ആയിരിക്കും. അതിലും കാര്യമായി മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ നൂറ തന്നെ വീണ്ടും മുന്നോട്ട് പോകും. ഇതൊക്കെയാണ് ഇപ്പോഴത്തുള്ള അപ്ഡേറ്റ്സ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിനു മുമ്പ് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യും. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും മറക്കരുത്.